ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് ബ്രോ എൻ്റെ പിന്നാലെ ഗെയിം കളിക്കാൻ വരുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ നൈസാണ് ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ നേരെ ഇറങ്ങിയത് നമ്മുടെ മില്ലിലാണ്. അപ്പോൾ മില്ലിൽ ഇറങ്ങിയ സമയത്താണ് ഇവിടെ നല്ല രീതിക്ക് എനിമീസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഗണ്ണും കാര്യങ്ങളും കിട്ടിയില്ല കേസ്. ഒരു വീട്ടിൽ കയറി, അതുപോലെ തന്നെ രണ്ട് ചെറിയ വീട്ടിൽ കയറിയ സമയത്ത് ആർക്കും ഗണ്ണൊന്നും കിട്ടുന്നില്ല കേസ്. എന്തൊരു അവസ്ഥ നമുക്ക് അവിടെയാണ് നല്ല രീതിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്നും കിട്ടിയില്ല ഗണ്ണ്, എന്ത് ചെയ്യാനാണ്. നമ്മളാണെങ്കിൽ നേരെ മേലോട്ട് കയറാന്നുള്ള പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് നേരെ നമ്മൾ അതിൻ്റെ മേലോട്ട് ചവിട്ടി ചാടിയ സമയത്താണ് ഇവിടെയാണ് നല്ല രീതിക്ക് ഫൈറ്റ് നടക്കുന്നു. ഇവിടെയാണെങ്കിൽ സ്മോക്കൊക്കെ കിട്ടുന്നത് എന്താണെന്ന് അറിയത്തില്ല. നമ്മളാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്, ഗണ്ണ് കിട്ടില്ലെന്ന് അറിയത്തില്ല. ഇതുമൊക്കെ പോയി തടയുന്നുണ്ട് കേസ്. ആ നേരത്താണ് ഈ ഒരുത്തന്നെ നമ്മൾ അടുത്ത് കൊടുന്ന് കണ്ടു. അപ്പോൾ ഇവിടെയാണ് ഒരുത്തൻ നോക്കായി കിടക്കുന്നത്. നൈസായിട്ട് ഇടിച്ചിടിച്ച് അവൻ്റെ ആ കില്ലേസ് കുമ്മിയിട്ടുണ്ട്. ആ നേരത്തേന് അവനാണ് സ്നൈപ്പർ വെച്ച് നമ്മളടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അപ്പോൾ അവനെ കുത്തിപ്പിടിച്ച് അവനെ നോക്കി ചെയ്തിട്ടുണ്ട്. ആ നേരത്താണെങ്കിൽ അവൻ്റെ പാർട്ട്നേഴ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവന്മാരാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് റഷ് നമ്മൾ നല്ല രീതിക്ക് അടിച്ചിട്ട് നമ്മുടെ ടീമേറ്റിന് നമ്മളാണെങ്കിൽ ദിമിത്രയൊക്കെ ഇട്ടിട്ടുണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ നേരത്താണെങ്കിൽ അവന്മാരാണെങ്കിൽ ലോഞ്ച് പേഡും കാര്യങ്ങളൊക്കെ വിടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അവനെ ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട് അവനെ നോക്കി ചെയ്ത സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ വേറൊരുത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കവറിലൊന്നും പിന്നെ അവനെ ഇങ്ങോട്ട് നല്ല രീതിക്ക് ഡാമേജ് വന്നു. എങ്ങനെ ഇവിടെ കുത്തിപ്പിടിച്ച ടീം മൊത്തം വൈപ്പായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളാണെങ്കിൽ അവന്മാരെ മുന്നിൽ നല്ല രീതിക്ക് ഇമോട്ടും കാര്യങ്ങളായിട്ട് പട്ടിഷ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരം കൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്തേക്കുക. റോഡ് ടു 4K മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ 4K നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളാണ് ഇവിടുന്ന് ലൂട്ടും കാര്യങ്ങളും സെറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തോടെ സമയത്ത് ഒരുത്തനാണ് വണ്ടി എടുത്ത് പോകുന്നത്. അവന് കുറച്ച് ഡാമേജ് കൊടുത്ത് പിന്നെ അവനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് അവന് ഡാമേജ് കൊടുത്ത് പെട്ടെന്ന് തന്നെ അവനെ കുത്തിപ്പിടിച്ച് അവനെ നോക്കിയത്. നമ്മൾ കയ്യിൽ എക്സമേറ്റ് പോലെ M10 ഈ രണ്ട് വണ്ടിനെ വെച്ച് നമ്മൾ ഈ കളി മാക്സിമം ഫുള്ളായിട്ട് കളിക്കാൻ നോക്കുന്നത്. ആ നേരത്താണ് ഇവിടെയാണ് വേറെ ഫൈറ്റ് നടക്കുന്നത്. അവൻ്റെ പാർട്ട്നേഴ്സാണ് തോന്നുന്നത് അവിടെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് നമ്മുടെ ടീമേറ്റ്സിന്. നമ്മളാണെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുത്തു. അവന്മാരാണെങ്കിൽ ഗ്ലൂ വാളൊക്കെ കവർ എടുത്ത് നമ്മുടെ കയ്യിൽ ത്രൂ ഗണ്ണാണ് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ മിസൈലൊക്കെ പോകുന്നത്. ആ ഗണ്ണ നൈസിനെ വിട്ട് അവന്മാരെ ഗ്ലൂ വാളൊക്കെ അടിച്ച് പൊട്ടിച്ച് പിന്നെ അവന്മാരുടെ കവറിലോട്ട് പോകും നമ്മൾ കണ്ടിരുന്നു. നമ്മൾ നേരെ അവന്മാർ വന്നിട്ടുണ്ടാകുന്ന വണ്ടിയിട്ടല്ല, ആ വണ്ടിയിൽ നേരെ നമ്മൾ കറങ്ങി പോയിട്ട് അവന്മാരടിക്കാമെന്ന് വിചാരിക്കുന്നത്. ആ നേരം കൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. 100 ലൈക്കാണ് ഈ ഒരു വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതിൽ മാക്സിമം ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ കറങ്ങി തിരി നമ്മൾ ഈ മേലോട്ട് എത്തിയത് ഏകദേശം നമ്മൾ പീക്കിൻ്റെ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് തന്നെ എനിമിസിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും നിൽക്കുന്നത്. നമ്മൾ നേരെ വണ്ടിയിൽ ഇറങ്ങി. ആ നേരത്തെ തന്നെ നമ്മളെ പാർട്ട്നേഴ്സ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് സമയത്താണ് ഇവിടെ ഡ്രോപ്പ് അടിക്കുന്നത്. കുറച്ച് ടീമുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം, വളഞ്ഞ് കയറിക്കൊണ്ടിരിക്കണം. ഡ്രോപ്പ് അടിക്കരുത്, നമ്മൾ കുറച്ച് വിട്ടു പോകുന്നത് ബെറ്റർ. കാരണം എന്താ ചിലപ്പോൾ അവന്മാർ നമ്മളടിച്ച് കൊല്ലാൻ ചാൻസ് കൂടുതലാണ്. സ്കോഡാണെങ്കിൽ നമ്മളെ വൈപ്പ് ചെയ്ത് പോകാനും ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മളാണ് ഒരു തന്നെ സ്പോട്ട് ചെയ്ത് ഗ്രാൻഡ് നൈസായിട്ട് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വിദ്യാനം ഓടുന്നു, കുറച്ചൊക്കെ ഡാമേജ് കൊടുത്തു. പിന്നെ അവൻ നൈസായിട്ട് ഇങ്ങനെ ഇവിടെ കുത്തിപ്പിടിച്ച് അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അവനെ നോക്ക് ചെയ്ത സമയത്താണ് പെട്ടെന്ന് തന്നെ നമ്മൾ കില്ലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, അവൻ്റെ ടീം മൊത്തം വൈപ്പായിന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഡ്രോപ്പിൻ്റെ അങ്ങോട്ട് ചെന്ന സമയത്താണ് ഇവിടെ തന്നെ എനിമീസിന് നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നു. ഇവിടെ നിന്ന് അറിയത്തില്ല. അപ്പോൾ നോക്കിയ സമയത്ത് തന്നെ അവിടെ ഇട്ട് എടുത്തിട്ട് നമ്മൾ നൈസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ അവൻ ഈ ഒരു ഭാഗത്തുള്ള സമയത്ത് നമ്മളാണ് അവൻ്റെ ബാക്കോടെ പോയി അടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ എക്സമെറ്റ് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തവനാണ് ഈ ലെവൽ 3 വെസ്റ്റായിട്ട് തോന്നുന്നു. ചാവുന്നില്ല കൈസ്, എന്ത് ചെയ്യാനാ. കുറച്ച് അടിയൊക്കെ അടിച്ച് പിന്നെ നമ്മളാണെങ്കിൽ അങ്ങോട്ട് നേരെ ഗ്ലൂ വാളും കയറി നേരെ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിലും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെങ്ങനെയൊക്കെ ഇവിടെ അവനെ കുത്തിപ്പിടിച്ച് അതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നോക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ഇവിടെ എനിമി ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് ചെന്ന സമയത്ത് നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നൊന്നും അറിയത്തില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന നേരത്തെ നമ്മൾ നൈസന്നെ അവനെ സ്പോട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് ഡാമേജ് ചെയ്തു. നമ്മൾ നൈസന്നെ അവനെ ഹെഡ് കൊടുത്ത് നൈസന്നെ നോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നേരെ അവിടെ ചെന്നിട്ട് ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്തിട്ടുണ്ട്. നമ്മളെ കില്ല് പോകാൻ ചിലപ്പോൾ കുമ്മാൻ ചാൻസ് കൂടുതലാണല്ലോ. നമ്മൾ അതേ കളിയിലും കില്ല് കുമ്മാറാണ് പതിവ്. അപ്പോൾ നമ്മളെന്തായാലും കില്ല് ഫിനിഷ് സമയത്ത് തന്നെ വീണ്ടും സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ നിന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ സ്നൂബാണോ പ്രോയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അവനെ നൈസായിട്ട് നോക്ക് ചെയ്തിട്ടുണ്ട്. ആര് കില്ലും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ടീമേറ്റ്സ് വന്നിട്ട് നമ്മളെ പടാക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ കില്ലും കിട്ടില്ല, ഒന്നും കിട്ടത്തില്ല. പിന്നെ നമുക്ക് മൈനസ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ ആ നേരത്തെ നമ്മുടെ കയ്യിലാണെങ്കിൽ ലോഞ്ച് പേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പറന്ന് പോകുന്ന സംഭവം ഉണ്ടല്ലോ ഉണ്ടായിരുന്നു. നമ്മൾ നൈസന്നെ ഇവിടെ നേരെ പീക്കിൻ്റെ മണ്ട കയറിയിരിക്കാനുള്ള പ്ലാനിലാണ്. അവിടെ കയറിയിരുന്ന ഹൈറ്റിലാണല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ കില്ലെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നേരെ മേലോട്ട് കയറിയതും എനിമീനൊന്നും കാണുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്താണ് ഈ സൗണ്ട് മാത്രം കേൾക്കുന്നത്. ഇവിടെ നിന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു താഴത്തായിട്ട് എനിമീണ്ട്. നമ്മൾ താഴത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. നമ്മൾ താഴത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. ആ ഒരു നേരത്താണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മൾ എനിമീനെ സ്പോട്ട് ചെയ്ത പോലെ കണ്ടു. നമ്മൾ നേരെ ഇങ്ങോട്ട് കയറിയ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഡാമേജ് കൊടുത്തവനാണ് ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവൻ നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്ത് ചെയ്യാനാ. നമ്മളാണെങ്കിൽ റിവൈവൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ആ നേരത്തെ തന്നെ മേലെ നിന്നിട്ട് എനിമീസ് വരുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. മേലോട്ട് നോക്കിയ സമയത്ത് അവിടെ നിന്ന് എനിമീനെ കണ്ടില്ല കേസ്. അപ്പോൾ അവനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന നേരത്തെ കേസ് നമ്മളെ അവിടെയുള്ള ഗ്ലൈഡർ അങ്ങനെ എന്തോ സംഭവത്തിൻ്റെ അവിടെ എനിമീനെ സ്പോട്ട് നടത്തിക്ക് ഡാമേജ് കൊടുത്താൽ
ഗ്ലൂ വാളിൻ്റെ കവറിലോട്ടൊക്കെ നിന്ന് കുറേ നേരം നമ്മൾ ഗ്ലൂ വാളിലോട്ടൊക്കെ അടിച്ച് ഗ്ലൂ വാൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണെങ്കിൽ താഴത്തുകൂടെ എടുത്ത് പോകും. നമ്മൾ ശ്രദ്ധയിൽ പെട്ടു. അവനാണ് നമ്മുടെ ടീംമേറ്റിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച് തന്നെ നമ്മൾ സ്പോട്ട് ചെയ്തിരുന്നു. അവനാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ കണ്ട സമയത്ത് നരിക്ക് ഡാമേജ് കൊടുത്ത് പെട്ടെന്ന് തന്നെ കുത്തിപ്പിടിച്ച് അവനെ നോക്ക് ചെയ്തിരുന്നു. ആ ഒരു നേരത്തെ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് എനിമിൻ്റെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അവന് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേസ്. അവനേതായാലും അവന്മാർ ഫിനിഷ് ചെയ്തു. നമ്മൾ പെട്ടെന്ന് തന്നെ ചാടിയോട്ട് എടുത്ത് നൈസിൻ്റെ സോണിൻ്റെ ആക്റ്റീവ് ആയി നമ്മളെ ഫ്രണ്ടിൻ്റെ തൊട്ടവനെ. പിന്നെ നമ്മൾ ദിമിത്ര കിട്ടും. അവനാണെങ്കിൽ ഗ്ലൂ വാൾ കിട്ടും വട്ടം വിശ്വസിച്ച് എറിഞ്ച് കുത്തുമെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ നോക്കാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ആ നേരത്തെ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് എനിമിൻ്റെ. എവിടെ നിന്ന് അറിയത്തില്ല എന്തെങ്കിലും ഗ്ലൂ വാളൊക്കെ ഇട്ട് അവൻ്റെ ഗ്ലൂ വാൾ നേരെ അടിച്ച് പൊട്ടിച്ച് നേരെ അവൻ്റെ ഒരു കില്ലും പെട്ടെന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നോക്കുന്നത് 9 കില്ല്, അതുപോലെ തന്നെ 5 പേര് 9 പേര് ഇനി അലൈവുണ്ട് കേസ്. എന്ത് ചെയ്യാൻ ആ നേരത്തെ എനിക്ക് ഇവിടുന്ന് കേട്ട് അടി വരുന്നു. പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്തു. പിന്നെ നോക്കണേ അവനെ നമ്മളെ വിടാതെ അടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ പെണ്ണുമ്പിളിനെ അടിച്ച് നൈസായിട്ട് എൻ്റെ സോണി ആക്റ്റീവ്. പിന്നെ അവളെ നോക്കാക്കി അവൻ്റെ ഫ്രണ്ടാണ് ഇന്ന് മേലോട്ടൊക്കെ കയറി വരുന്നത് കേസ്. പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് നമ്മൾ കവർ എടുത്തിട്ടുണ്ട്. അവന്മാരാണെങ്കിൽ നൈതിക്ക് നമുക്ക് ഡാമേജ് തന്നിരുന്നു. നമ്മുടെ ഹെൽത്താണ് നൈതിക്ക് കുറയുകയും ചെയ്തു. നമ്മൾ പെട്ടെന്ന് തന്നെ ബോൺ ഫയർ ഇട്ടിട്ട് നേരെ ഹെൽത്തും കാര്യങ്ങളും അതുപോലെ തന്നെ വെസ്റ്റൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനൊക്കെയുള്ള ലെവലിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലാനും പറ്റുന്നില്ല കേസ്. ഒരു ഗ്യാപ്പിലൂടെ പോകാമെന്ന് വിചാരിച്ചതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവനാണെങ്കിൽ അത് കൂടെ കയറി വരുന്നു. പിന്നെ നമ്മളൊരു മെഡിക്കറ്റ് അടിച്ച് നേരെ നമ്മൾ അവന്മാരുടെ അടുത്തോട്ട് റെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മളാണ് ഇങ്ങോട്ട് ചാടിച്ചെന്നത്. ആ പെണ്ണുമ്പോഴാണെങ്കിൽ ഗ്ലൂ വാളിൻ്റെ ഇതിനെ ഓടുന്നു. പെട്ടെന്ന് നേരത്തേക്ക് അടിക്കാൻ നോക്കി കൊണ്ടില്ല. എന്ത് ചെയ്യാൻ, സ്ക്രീനൊന്നും വർക്കാവുന്നില്ല ഗൈസ്. പിന്നെ അവളെ അടിക്കാൻ നോക്കി അപ്പോഴും കൊണ്ടില്ല. പിന്നെ എങ്ങനെ പാടെ കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി അപ്പോഴേക്കും തലങ്ങും വിലങ്ങൊക്കെ അടി വന്നു ഗൈസ്. എന്തൊരു അവസ്ഥയാണ് നോക്ക്. ഗ്ലൂ വാളൊക്കെ പൊട്ടുന്നുണ്ട്. എവിടുന്നൊക്കെ ആയിട്ട് അടി വരുന്നത്. പെട്ടെന്ന് ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്ത് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോണാണെങ്കിൽ നല്ല രീതിക്ക് ചേർത്താവുന്നുണ്ട്. നമ്മളെ ഹെൽത്താണ് നല്ല രീതിക്ക് കുറയുന്നുണ്ട്. നമ്മൾ സോൺ കയറുന്ന സമയത്താണ് ഞാൻ പെണ്ണ് ഫ്രണ്ട് അതിന് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളാണ് എങ്ങനെയൊക്കെ പാടെ സോൺ കയറുന്ന സമയത്താണ് ഗ്ലൂ വാളൊക്കെ ഇട്ട് ആ നേരത്തന്നെ വേറൊരുത്തങ്ങ് സേതിലൂടെയൊക്കെ ചാടി വരുന്നത്. അവനെ പെട്ടെന്ന് തന്നെ അടിച്ച് സോണി ആക്റ്റീവ് ആക്കി ആരും ഏതായാലും കംപ്ലീറ്റ് ഫ്രണ്ടിൽ ഗ്ലൂ വാളിട്ട സമയത്താണ് നമ്മളെ കയ്യിലുള്ള എല്ലാ ഗ്ലൂ വാളും കഴിഞ്ഞ് നമ്മൾ നൈസ് ആയിട്ട് പാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.